അങ്ങനെ കേൾക്കട്ടെ പറഞ്ഞു കൂട്ടിയിരിക്കട്ടെ. അപ്പം സാധാരണ ഇതൊക്കെ ഒരു നാട്ടു നടപ്പ് പോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. നമ്മളെയൊക്കെ അവർ തടഞ്ഞു വയ്ക്കും. ഇപ്പോൾ വൈകുന്നേരം നമ്മൾ യാത്ര ചിലപ്പം പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. വീട്ടിൽ പോകുമ്പോൾ വഴിയിലുണ്ടാകുമ്പോൾ ഒരു കൈ പിടിച്ചു കൊടുക്കും. നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും. വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങിയും കൊടുക്കും. അങ്ങനെ ഞാനൊക്കെ പറ്റും. നിർത്തിയാൽ നിർത്താം, ഇറങ്ങിക്കോളും, പരിശോധിച്ചോളൂ. അതിന് എനിക്കതൊരു അവഹേളനമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അത് അവരുടെ നിർവ്വഹണം. ഇപ്പം നിങ്ങൾ പല ചോദ്യം ചോദിക്കൂലേ, എന്തെല്ലാം ചോദ്യം ചോദിക്കും. നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് നമ്മളൊന്ന് വക്രത്തിയിലും ചോദിക്കും, നമ്മളൊന്ന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അതൊരു നിങ്ങളുടെ ഔദ്യോഗിക ജോലി നിർവഹണമാണ്. അതിൽ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ അവനവനെ ഏൽപ്പിച്ച ചുമതലകൾ ആളുകൾ നിർവഹിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ഇതൊരു അവഹേളനമായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഞാനത് ഈ ഒരു രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോണ്ട് ഒരാൾ ഒരു TV ചാനലിൽ നമ്മളെ ഉണ്ടാവും, ചിലപ്പോൾ വരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പോകുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായോ, പഴയതുപോലെ വല്ല പന്നിയും കുടുങ്ങിയോ എന്നൊക്കെയുള്ള പല ആലോചനയിലും ഞാൻ ഒന്ന് നിന്നോടെ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എന്നോട് ചോദിച്ചു പ്രതികരിക്കേണ്ടി ചോദിച്ചു, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് നിങ്ങളിങ്ങനെ കൊടുത്തപ്പോൾ ഒരു വിഷയമാവില്ല നാട്ടിൽ ജനം കാണില്ലേ, അതുകൊണ്ട് മാത്രമേ ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ രാവിലെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ല, നേരം ഞാൻ വിട്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖാവ് PK ബിജുവിൻ്റെ വാഹനം 4 വട്ടം പരിശോധിച്ചു. 4 തവണ PK ബിജു. സഖാവ് രാധാകൃഷ്ണൻ്റെ വണ്ടി പരിശോധിച്ചു. ഇവിടുത്തെ ഒരു MP യുടെ വണ്ടി പരിശോധിച്ചു. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, MP ആരായിരിക്കും നിലമ്പൂരിൽ നിന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരുപാട് നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ വാഹനങ്ങൾ ഇവരിവിടെ പരിശോധിക്കേണ്ടായി. അത് ഞാൻ പോയാലും ശരി, ഇപ്പോൾ ആ വടവറം പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം 4 ആൾക്കാർ അവിടെ ഉണ്ട്. നിലമ്പൂരിക്ക് കയറി വരുന്ന സ്ഥലം അത്. കയറി വരുന്ന സ്ഥലത്ത് ഇടത്ത് ഭാഗത്തായിട്ട് ഇങ്ങനെ അവരിങ്ങനെ നിൽക്കണേ. ഞാൻ തന്നെ ഇപ്പോൾ 6 വട്ടം നേതാവേ വിജയരാഘവന്റെ പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം ഇത്രയും പ്രകോപനപരമായി സംസാരിക്കേണ്ടതില്ല, അതിനെ ഒരു സംയമനത്തോടെ കണ്ടാൽ മതി. പരിശോധനകൾ സ്വാഭാവികമാണ്. അതോടൊപ്പം തന്നെ ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൂടി, കാരണം മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കയറുന്ന ഒരു എൻട്രി പോയിന്റ് ആണ് ആ സ്ഥലം. അതുകൊണ്ടാണ് അവിടെ പരിശോധനകൾ സ്വാഭാവികമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്.